ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറുപയർ തോരൻ വെക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ചെറുപയർ ഇഷ്ടമില്ലാത്തതായിട്ട് എനിക്ക് തോന്നുന്നു, മിക്കവർക്കും ചെറുപയർ ഇഷ്ടമാണ്. ചെറുപയർ നല്ല ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാശിക്കുട്ടൻ കുഞ്ഞായിരുന്നു, അപ്പം കാശിക്കുട്ടന് ചെറുപയർ കുറേ പുഴുങ്ങിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കാശിക്കുട്ടന് പക്ഷേ ചെറുപയർ ഇഷ്ടമല്ല കേട്ടോ. വൻപയർ ഇഷ്ടമാണ്, ചെറുപയറിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ എൻ്റെ ചെറുപയർ തോരൻ വെക്കാനുള്ള പാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സ്റ്റൗ കത്തിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കത്തിച്ച് കൊടുത്തു. ഇത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്, ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കിനി കടുക് പൊട്ടിക്കണം. ചെറുപയർ ഞാൻ കുക്കറിനകത്തിട്ട് വേവിച്ച് വെച്ചേക്കുവാണ്. കുക്കറിലിട്ട് അടിച്ച് വേവിച്ചായിരുന്നു, 3 വിസിൽ അടിച്ച് വേവിച്ച് വെച്ചേക്കുവാണ്. കുറച്ച് ചെറുപയർ എടുത്തിട്ടുള്ളൂ, ഞാനും ചേട്ടായി മാത്രമേ കഴിക്കത്തുള്ളൂ. കുഞ്ഞിനെ നിർബന്ധിച്ച് കൊടുക്കണം. അവനിപ്പോൾ ചോറൊക്കെ കഴിച്ച് ഉറങ്ങിയ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അരപ്പിനുള്ള തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്ര ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ശകലമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് കറക്കാൻ വേണം. എനിക്ക് പക്ഷേ ഞാൻ കറക്കുന്നില്ല, കൈ കൊണ്ട് തന്നെ ഞാൻ ഞെരുടിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഇച്ചിരി നേരം ഇങ്ങനെ ആവിയിലിരുന്നത് വേകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചയ്ക്ക് മീൻ വറുത്തതിൻ്റെ ഞാൻ 2 മീൻ ചേട്ടായിക്ക് ചൂടോടെ വറക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 മീൻ മാറ്റി വെച്ചിരുന്നു, അപ്പോൾ അതും കൂടെ വറക്കണേ. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള മീൻ വറുത്തത് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ മെഴുക്ക് പുരട്ടി ഇരിപ്പുണ്ട്, പിന്നെ ഇഞ്ചിക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചത്, ഞാനും കാശിയും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഇന്നത്തെ മീൻ വറക്കാൻ നമുക്ക് അയലയായിരുന്നു. അയലമീൻ ഞാൻ എല്ലാം
പുരട്ടിയെടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെറുപയർ വേവിക്കാൻ എടുത്ത് വെച്ച സമയത്തെടുത്ത് വെളിയിലോട്ട് വെച്ചായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിക്കാൻ ഇരിപ്പുണ്ട് കേട്ടോ. പൊട്ടിച്ചൊഴിക്കണം, ഒഴിച്ചില്ല. നമ്മുടെ തോരനൊന്ന് നോക്കട്ടെ. അപ്പോൾ ചെറുപയർ തോരൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ ഉപ്പിട്ടാണ് ചെറുപയർ വേവിച്ചത്. ഞാൻ ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് വൈകിട്ടത്തേക്ക് കഴിക്കാനുള്ള ചോറിന് കറി എന്ന് പറഞ്ഞാൽ ചക്കക്കുരു മെഴുക്കുവരട്ടിയുണ്ട്, നാരങ്ങാച്ചാറുണ്ട്, ഇഞ്ചിക്കറിയുണ്ട്, പിന്നെ കൈലങ്ങി വാർത്തതുണ്ട്, അൻപയറുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയാണ് ഞങ്ങളുടെ ഇന്ന് ഇന്നത്തെ വൈകിട്ടത്തെ അത്താഴം. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു എല്ലാവരും ഒരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈക്കില്ലേ എന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ സൗണ്ട് കുറവായതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്. അപ്പോൾ മൈക്കില്ല, ഫോണിൽ കൂടെ ഉള്ള ആ ഒരു സൗണ്ടേ ഉള്ളൂ കേട്ടോ. മൈക്കില്ല, അല്ലാതെ ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ഇതേ ഉള്ളൂ. മൈക്ക് മേടിക്കുന്നുണ്ട് മൈക്ക്.
നമ്മുടെ മീനും വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും.